രാജു തന്റെ വീടിന്റെ മുൻപിലായി ഉള്ള മരത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് തന്റെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛാ, നിങ്ങൾ ആ സമയത്ത് കഴിവുള്ളവനായി എടുക്കാം. പക്ഷേ ഇക്കാലത്തിൽ ബുദ്ധിശാലിത്തനം എന്താണെന്ന് വെച്ചാൽ പൈസ, പിന്നെ ബുദ്ധി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. നിങ്ങൾ എപ്പോഴും കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോനെ, കഴിവിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രശ്നമില്ലാതെ വിജയിക്കുന്നതാണ്, ശബ്ദമില്ലാതെ തീർവ് കാണുന്നത്. കാശ് കുറെ പേരുടെ അടുത്തും ഉണ്ടാവും, പക്ഷെ കഴിവ് എല്ലാവരുടെ അടുത്തും ഇരിക്കില്ല. പക്ഷെ എന്തിനാ നിങ്ങൾ പൈസക്കാരനാവാത്തത്? ഇപ്പൊ വരെ അതേ പഴയ കട്ടിൽ, അതേ മരത്തിന്റെ നിഴലാണ്. അപ്പോഴാണ് രാജുവിന്റെ അമ്മ ചമ്പ അവിടേക്ക് വന്നത്. രാജു, ആരെങ്കിലും തന്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുമോ? നിന്റെ അച്ഛൻ ഈ ഗ്രാമത്തിൽ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. ശരി അമ്മേ, നിങ്ങൾ രണ്ടുപേരും തന്നെ കാണും. ഗ്രാമത്തിൽ ഞാൻ പിസ്സ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ശരിക്കുള്ള ഐഡിയ എന്താണെന്ന് ഇത് തന്നെ പറയും. ഗ്രാമത്തിൽ പിസയോ? ഗ്രാമത്തിലെ ജനങ്ങൾ ഭർത്താ റൊട്ടി കളിക്കുന്നത്. നിങ്ങൾ ഇതിൽ തലയിടണ്ട. ഞാൻ സ്ഥലം വിൽക്കും, എന്തെങ്കിലും വലുതായിട്ട് ചെയ്യും. ഇത് കേട്ടിട്ട് ചമ്പ തന്റെ ഭർത്താവ് ഗണേശനോട് പറഞ്ഞു, ദേ നോക്കൂ, നമ്മുടെ മകന്റെ സ്വപ്നം എന്താണോ അത് ചെയ്യാൻ അവനെ അനുവദിക്കൂ. കട്ടിലിൽ ഇരിക്കുന്ന ആളാണ് തലവൻ ബലിയ സിംഗ്. എടാ ഗണേഷ്, നീ എന്തിനാ സ്ഥലം വിൽക്കുന്നത്? എന്റെ മകൻ എന്ത് പറയുന്നു വെച്ചാൽ ഇനി കൃഷിയല്ല, പിസ്സ വിൽക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിയിൽ മണ്ണാണ് ഉള്ളത്. ഗ്രാമത്തില് പിസ്സയോ? ഗണേഷ് വേറെ വഴിയില്ലാതെ അതേ എന്ന് സമ്മതിച്ചു. സിറ്റിയിലെ വേഷം ധരിച്ചിരിക്കുന്ന ഒരു പെൺ അവരുടെ വീട്ടിനകത്തേക്ക് വന്നു. അച്ഛാ നോക്കൂ, ഇവളാണ് നട്ടാഷ. ഹോട്ടൽ മാനേജ്മെന്റിൽ എന്റെ കൂട്ടുകാരിയാണ്. അതുമാത്രമല്ല, ഞാൻ ഇവളെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ദേ നോക്കൂ മോനെ, കല്യാണത്തിന് മുൻപ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. വൈകുന്നേരം ക്ഷേത്രത്തിൽ ഗണേഷ് പിന്നെ ചമ്പ രാജുവിനും നടാശയ്ക്കും കല്യാണം കഴിപ്പിച്ചു. നടാശ രാജുവിനോട് പറഞ്ഞു ഫോറിൻ സ്റ്റൈലിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ. രാജു, ഇപ്പോൾ നല്ലൊരു റെസ്റ്റോറന്റ് തുടങ്ങേണ്ട സമയമാണ്. ഇത് ഗ്രാമത്തെ മക്കളുടെ ആലോചനയെ മാറ്റാനുള്ള സമയമാണ്. റെസ്റ്റോറന്റിൽ തിക്കും തിരക്കുമായിരുന്നു. ഒരുപാട് യൗവനക്കാർ വന്ന് പിസ്സ കഴിച്ചുകൊണ്ടിരുന്നു. വലിയ സിറ്റിയിലുള്ള രുചി പോലെ ഉള്ളത്, ചീസും രുചിയായിട്ടുണ്ട്, പക്ഷേ കുറെ അധികമായിട്ടുള്ളത് പോലുള്ളത്. ഇതിന്റെ മേലെ ഭർത്ത ഉണ്ടെങ്കിൽ ശരിക്കും ഉള്ള രുചി കിട്ടും. 2-3 ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റമർ വരുന്നത് നിന്നു. രാജുവും നടാശയും കണക്ക് നോക്കുകയായിരുന്നു. രാജു, കാശൊക്കെ തീർന്നുപോയി. ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ല. എല്ലാവറ്റിനും റെസ്റ്റോറന്റിൽ ഇട്ടു. ഇപ്പോൾ രാജു, ഇപ്പോൾ തക്കാളിയും പന്നീരും വാങ്ങിക്കാൻ പോലും കാശില്ല. വെയിറ്ററിന് എങ്ങനെ ശമ്പളം നൽകും? ഗ്രാമത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴാണ് രാജുവിന്റെ ഗ്രാമത്തിലുള്ള ബൽറാം ഒരു തന്ത്രമായ ചിരിയോടെ അവിടേക്ക് വന്നത്. എന്താണ് കാര്യം രാജു? നിന്റെ മുഖം കാണുമ്പോൾ വളരെ വിഷമത്തിലുള്ളത് പോലല്ലേ ഉള്ളത്. നിങ്ങളോട് എന്താ പറയാനാ ബൽറാം ചേട്ടാ? അച്ഛന്റെ സ്ഥലത്തിനെ വിറ്റ് ഞങ്ങൾ നിങ്ങളുടെ ഈ സ്ഥലം വാങ്ങിയതാണ്. ഞങ്ങൾ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ പിസ്സ റെസ്റ്റോറന്റ് ഗ്രാമത്ത് മാർക്കറ്റിൽ നന്നായിട്ട് പോകും എന്ന് വിചാരിച്ചു. 2-3 ദിവസങ്ങൾ എല്ലാം നന്നായി പോയി. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഗ്രാമത്തിലെ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുപോയി. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും തന്നെ കാശില്ല. ഇത് ചിന്തിച്ച് എന്റെ തല വേദനിക്കാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ചേടാ, എന്തിനാ വിഷമിക്കുന്നത് രാജു? ഒരു കാര്യം ചെയ്, നീ എന്റെ അടുത്ത് പൈസ കടം വാങ്ങിച്ചോളൂ. വേണ്ട ബൽറാം ചേട്ടാ. അല്ല രാജു മോനെ, എന്തിനാ വിഷമിക്കുന്നത്? കാശ് വാങ്ങിച്ചോ, റെസ്റ്റോറന്റ് നന്നായിട്ട് പോകുമ്പോൾ തിരിച്ചു തന്നേക്ക്. പലിശ ഒന്നും വേണ്ട. ഗ്രാമത്തിലെ എല്ലാവരും സ്വന്തക്കാരല്ലേ. ഇത്രത്തോളം സഹായിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ഇവിടെ നോക്കുമോളെ, എന്റെ ഗ്രാമത്തിന് നല്ലത് നടന്നാൽ മനസ്സ് സന്തോഷിക്കല്ലേ. രാജു ആ കാശ് വാങ്ങി. എല്ലാ വശവും ശാന്തമായിരുന്നു. ചെയറൊക്കെ ഗാലിയായിരുന്നു. ഈച്ചകൾ പറന്നുകൊണ്ടിരുന്നു. കസ്റ്റമർ വരുന്നതിനുള്ള യാതൊരു സൂചനയും ഇല്ല. ഇത് എന്താ പിസ്സ എന്ന് വയറ് നിറയുന്നില്ല, അത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളുടെ ഭർത്താവിലുള്ള രുചി അത് ഈ തക്കാളിയുള്ള റൊട്ടിയിൽ എങ്ങനെ ഉള്ളത്? ബൽറാം ഒരുപാട് ദൂരെ നിന്ന് റെസ്റ്റോറന്റ് നോക്കിക്കൊണ്ടിരുന്നു. രാജുവും നടാശയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ബൽറാം വന്നത്. അദ്ദേഹം രാജുവിനോട് പറഞ്ഞു, രാജു, ഞാൻ നിനക്ക് പൈസ കടനായിട്ട് തന്നില്ലേ, ഇപ്പോൾ അത് എനിക്ക് പലിശയോട് തിരിച്ചു വേണം.
നിങ്ങൾ എന്താ പറയുന്നത് ബൽറാം ചേട്ടാ? നിങ്ങൾക്ക് പലിശ വേണ്ടാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? നീ കഴിവുള്ളവനല്ല, മുട്ടാളാണ് രാജു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എപ്പോഴും രാജുവിന്റെ അച്ഛൻ ഗണേശനോട് എപ്പോഴും അസൂയത്തിലുള്ളവനാണ്. കാരണം ഗ്രാമത്തിൽ എല്ലാവരും ഗണേശന്റെ കഴിവിനെയാണ് സംസാരിക്കും. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞത്. ഗണേശന്റെ മകൻ രാജു ഗ്രാമത്തിൽ അവന്റെ അച്ഛന്റെ സ്ഥലം വിട്ട് റെസ്റ്റോറന്റ് തിരക്കാൻ പോവുകയാണെന്ന്, അതും പിസ്സ റെസ്റ്റോറന്റ്. എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അച്ഛന്റെ പേര് മകൻ കെടുക്കുമെന്ന്. ഇക്കാര്യത്തിൽ എന്റെ പങ്കും ഇരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? അത് എന്താന്ന് വെച്ചാൽ, ഞാൻ നിനക്ക് കടനായിട്ട് പൈസ തന്നില്ലേ? ഒരു പക്ഷേ ആ പൈസ എനിക്ക് ഒരു മാസത്തിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈ റെസ്റ്റോറന്റും പിന്നെ ഈ സ്ഥലമും എന്റേതായി പോവും. പിന്നെ തീരുമാനം നിന്റെ കയ്യിലാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ അഹങ്കാരത്തോടെ ബൽറാം അവിടെ നിന്നും പോയി. ബൽറാം അവിടെ നിന്ന് പോയതും തന്നെ രാജുവിന്റെ അച്ഛൻ ഗണേശ് തല കുനിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. നീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവற்றைയും ഞാൻ കേട്ടു. നീ റെസ്റ്റോറന്റ് വെക്കണമെന്ന് ബൽറാമിന്റെ സ്ഥലത്തിനെ വാങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ അപ്പോൾ തന്നെ ഞാൻ നിന്നെ തടഞ്ഞു. പക്ഷേ നീ കേട്ടില്ല. അത് മാത്രമല്ലാതെ നീ എന്നോട് സംസാരിക്കാതെ അവന്റെ അടുത്ത് പലിശയ്ക്ക് പണം വാങ്ങിയിട്ടുണ്ട്. ബൽറാമിനെ എന്നോട് അസൂയ ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറയാനായിട്ട് ഞാൻ നിന്നോട് ട്രൈ ചെയ്ത് നോക്കി. അവൻ നിന്നെ അഴിക്കണമെന്ന് തീർച്ചയായും മുയற்சி ചെയ്യും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അച്ഛാ. ഇപ്പോൾ ഒന്നുമില്ലാതെ പോയി. ബൽറാം പലിശയോട് പൈസ ചോദിക്കുന്നു. ഒരു മാസത്തിനകത്ത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ റെസ്റ്റോറന്റും പോവും, പിന്നെ വീടും പോവും. ഇതുവരെ നീ നിന്റെ ഇഷ്ടപ്പടി നടന്നു. ഇപ്പോൾ എന്റെ മുറയാണ്. ഇനി ഞാൻ എന്താ പറയുന്നോ അതാണ് നീ ചെയ്യും. ശരി അച്ഛാ. നാളെ മുതൽ കിച്ചണിൽ ഭർത്ത ഉണ്ടാക്കണം, ബ്രിഞ്ചാൽ ഇട്ട്. പിന്നെ ആ ഭർത്ത പിസ്സയിൽ ഉണ്ടാവണം. അതിന്റെ പേര് ഭർത്ത പിസ്സ. അച്ഛാ, ഭർത്ത ഉള്ള പിസ്സ എവരും കഴിക്കില്ല. ഇത് ഗ്രാമമാണ്, ഇവിടെ എവരും പിസ്സ കഴിക്കില്ല. പക്ഷേ ഭർത്ത എല്ലാവർക്കും വേണം. നമ്മൾ രണ്ടയും കലർന്നാൽ അവർ മനസ്സിനെയും രുചിയെയും നമ്മൾ ജയിക്കും. ഭർത്ത പിസ്സ തയ്യാറാകാൻ തുടങ്ങി. കുർക്കുറെ ബേസ്, കത്തിരിക്ക ഭർത്ത, ഫ്രഷായ മസാല, പിന്നെ മല്ലിയും. ഗ്രാമത്തിലെ മമത ആന്റി ആദ്യത്തെ കഷ്ണം കഴിച്ചു. എന്റെ ദൈവമേ, എന്തോ റൊട്ടിയിൽ പാർത ഇട്ടതുപോലെയുണ്ട്. പക്ഷേ കുർക്കുറ വളരെ നന്നായിട്ടുണ്ട്. പതുക്കെ പതുക്കെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം റെസ്റ്റോറന്റ് തിരക്കുള്ളതായി. എല്ലാ വശത്തും ചിരിയും സന്തോഷവുമായിരുന്നു. എല്ലാ ടേബിളിലും ഭർത്ത പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ വീട്ടിലുള്ള രുചി ഇതിലുമുണ്ട്. ഗ്രാമത്തില് പിസ്സ ഇങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. രാജുവും നടാശയും കിച്ചണിൽ വളരെ ബിസിയായിരുന്നു. ബൽറാം ദൂരെ നിന്ന് റെസ്റ്റോറന്റിലുള്ള തിരക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഗണേഷ് വീണ്ടും അവന്റെ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നടാശയും രാജുവും റെസ്റ്റോറന്റിൽ നിന്നും ഒരു ബാഗോടെ ബൽറാമിനടുത്തേക്ക് വന്നത്. ബൽറാമിന്റെ മുഖം ചുരുങ്ങിപ്പോയി. രാജു ആ ബാഗ് ബൽറാമിന് നൽകിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതാ നിന്റെ കാശ്, പലിശയോടൊപ്പമുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ, ആരോടും അസൂയ കാണിച്ച് നമ്മൾ ഒന്നിലും വിജയിക്കാനാവില്ല. അസൂയപ്പെടുന്നവൻ സ്വയം നശിച്ചു പോകും. ഇത് കേട്ടിട്ട് ബൽറാം നാണിച്ച് ആ സ്ഥലത്തു നിന്നും പോയി. ഗണേഷ് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജുവിന്റെ മൊബൈൽ റിംഗ് ആയത്. ഹലോ, പറയൂ. NDTVയിൽ നിന്നോ? അതെയാണ്. ഭർത്ത പിസ്സ ലീലാപൂരിൽ നിന്ന് തുടങ്ങിയത്. രാജു, ദേ നോക്ക്, സോഷ്യൽ മീഡിയയിൽ ഫുഡ് ഫ്ലാഗിൽ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും അതിശയിച്ചു പോയി. ഒരു വലിയ ഫംഗ്ഷൻ നടന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ കൂടി നിൽക്കുകയായിരുന്നു. സ്റ്റേജിൽ രാജുവും നടാശയും നിൽക്കുകയായിരുന്നു. താഴെ ഗണേശും ചമ്പാത്തായും നിൽക്കുകയായിരുന്നു. ചമ്പാത്തായി രാജുവിനടുത്തേക്ക് വന്നു. മോനെ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ബുദ്ധികൂർമ്മയുടെ അർത്ഥം? അതെ അമ്മേ, ഇപ്പോൾ മനസ്സിലായി. ശരിക്കുമുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചെയ്യണം. എന്റെ അച്ഛനെ പോലെയുള്ള വലിയ ബിസിനസ് ഗുരുവിനെ ഞാൻ ഇപ്പോൾ വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കി രാജു എന്തു പറഞ്ഞെന്നാൽ, എന്റെ അച്ഛൻ ഗണേഷ് പ്രസാദ് ഒരു കഴിവുള്ള കൃഷിക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു വിഷനറിയാണ്. ഇന്ന് ഉള്ള ആ ഭർത്ത പിസ്സ എന്റെ അച്ഛന്റെ കണ്ടുപിടിപ്പാണ്. അവിടെ നിന്ന് എല്ലാരും കൈ തട്ടി. ഗണേഷ് ഇപ്പോഴും കട്ടിലിൽ കിടക്കുകയായിരുന്നു. കുട്ടികൾ സന്തോഷത്തോടെ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തു വരുന്നു. ദൂരെ ഭർത്ത പിസ്സ എന്ന ബോർഡ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു.